വെൽക്കം ടു കൊണ്ടാട്ടം വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, നല്ല അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സംഭവം വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് സൂത്രപ്പണികൾ അങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് വളകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പി വളകളോ പ്ലാസ്റ്റിക് വളകളോ എന്തോ ആവട്ടോ, അത് കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നാശമാകുമ്പോൾ നമ്മൾ ഈ സാധനം അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ കുറേ ക്രാഫ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാം, പക്ഷെ നമുക്കിത് അടുക്കളയിലും യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വളയും അതോടൊപ്പം തന്നെ കുറച്ച് സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ സൂചി പിന്നെന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെ. ഇനി ഇതേമാതിരി 2 വളയെടുത്തിട്ട് ഞാൻ നമ്മുടെ സൂചി വെച്ച് ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ. അതിൽ കോർത്തെടുക്കാൻ പോകണം. അങ്ങനെ കോർത്ത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മാല പോലെ കിട്ടും. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ കോർത്തങ്ങ് എടുക്കാം കേട്ടോ. അതേമാതിരി 2 വലിയ സൂചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വളയുടെ 2 അറ്റത്ത്, ഇപ്പം നല്ലൊരു മാല പോലെ വന്നിട്ടില്ലേ, അതിൻ്റെ 2 അറ്റത്ത് നമുക്ക് അത്യാവശ്യം നല്ല വലിയ സൂചി അങ്ങ് കൊടുക്കാം. ഇനി നല്ല അടിപൊളിയായിട്ട് നമ്മളിതിനെ അങ്ങോട്ട് ഒരു സാധനമാക്കി മാറ്റാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ 2 നമ്മുടെ മറ്റേ ക്ലിപ്പില്ലേ, 2 സൈഡൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്ന ഒരു ക്ലിപ്പില്ലേ, അതിനകത്ത് ഈ 2 അറ്റത്ത് നമ്മുടെ ആ ഒരു വളയുടെ 2 അറ്റത്ത് നമ്മൾ കൊടുത്തേക്കുന്ന പിന്നിനെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ കയ്യിലുകൾ അങ്ങ് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട. നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ കയ്യിലുകളെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടില്ലേ. അപ്പോൾ അടിപൊളി ടിപ്പല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സെക്കൻഡ് ടിപ്പ് വന്നിട്ട് മെഴുകുതിരിയാണ്. അപ്പോൾ മെഴുകുതിരി ഇപ്പോൾ എവിടെ ഇരിക്കണേന്നല്ലേ, ഇത് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ താഴെയുള്ള പോർഷനിൽ നമ്മൾ പാലും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്, അതിൻ്റെ അവിടെ നമ്മൾ ഈ മെഴുകുതിരി പെട്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇതിനങ്ങോട്ട് അവിടെ അങ്ങ് സെറ്റാക്കി അങ്ങ് വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൻ്റെ അവിടെ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കത്തുന്ന മെഴുകുതിരി ആണെങ്കിൽ നമുക്കത് കുറച്ച് നേരം കൂടി അത് കൂടുതൽ കത്തിക്കിട്ടും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ മെൽറ്റിംഗ് ഇല്ലേ, അത് വളരെ സ്ലോവിലായിരിക്കും മെൽറ്റ് ചെയ്യുക. മറ്റേത് നമ്മൾ കത്തിച്ച് വയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിങ്ങനെയൊക്കെ പിടിക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീണുകൊണ്ടേ ഇരിക്കും. ഇത് അങ്ങനെയൊന്നും വീഴില്ല. അപ്പോൾ 1 മണിക്കൂർ കത്തുന്ന മെഴുകുതിരി നമുക്ക് 2 മണിക്കൂറോളം കത്തിക്കാം. സൂപ്പർ ടിപ്പല്ലേ? അപ്പോൾ നമ്മുടെ 3ാമത്തെ ടിപ്പ് വന്നിട്ട് നമുക്ക് എങ്ങനെ വെളുത്തുള്ളി കേടുകൂടാതെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ 2 വെളുത്തുള്ളിനെയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഴുകുതിരിയിൽ നമ്മളത് ചെയ്യണതാണ് എളുപ്പം. ഗ്യാസിലാവുമ്പോൾ കൈയൊക്കെ പെട്ടെന്ന് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഴുകുതിരിക്കകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ആ ഒരു ഇത് ഭാഗമല്ലേ, ഇങ്ങനെ കുനുകുനുന്ന് അതിൻ്റെ കൂന വന്ന് നിൽക്കുന്ന ഭാഗമല്ലേ, അതിനെ ഞാൻ കരിക്കാൻ പോവാണ്. അതായത് ചൂടാക്കി നല്ലപോലെ ചൂടാക്കണം, കരിച്ചെടുക്കണം ആ ഭാഗം കേട്ടോ. അല്ലാണ്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്നും കരിയാൻ പാടില്ല. അതിങ്ങനെ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളിങ്ങനെ മെഴുകുതിരിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ കരിഞ്ഞ അതിൻ്റെ ആ ഒരു ഭാഗം കരിഞ്ഞങ്ങ് വരും. അങ്ങനെ 2 എണ്ണം ഞാൻ കരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡബ്ബ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഉണക്കി വെച്ചേക്കുന്ന ഡബ്ബ വേണം എടുക്കണമെങ്കിൽ. ഇനി അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം, അതായത് നമ്മളത് എന്തോരം നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഡബ്ബയും വലുതെടുക്കുക. ഇതേമാതിരി ഉപ്പും അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കരിച്ച് വെച്ചേക്കുന്ന ഭാഗമല്ലേ, അതിനെ ഞാൻ താത്തി അങ്ങ് വെക്കാൻ പോവാണ്. ഉപ്പിൽ ചേർന്ന് അതായത് ഉപ്പും ആ ഭാഗവും തമ്മിൽ ടച്ചിങ് വരണം, അങ്ങനെ വെക്കണം കേട്ടോ. അങ്ങനെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡബ്ബേനെ നമുക്ക് അടച്ച് നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ വെക്കാം. അല്ലാണ്ട് ഫ്രിഡ്ജിലോ അല്ലാതെ ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യണ്ട. അല്ലാതെ നമ്മളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഭയങ്കര പൊട്ടച്ചു പോകും നമ്മുടെ വെളുത്തുള്ളി. അതേ നാളിരിക്കില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിപ്പ് നമ്പർ 4 വന്നിട്ട്, നമ്മൾ എപ്പോഴും എന്താ പറയുക, ദോശയും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഈ സൈഡിൽ എണ്ണ അങ്ങനെ ഇതായിട്ടിരിപ്പുണ്ടാവും. ദോശക്കല്ലിലായാലും നമ്മുടെ ഫ്രൈ പാനിലായാലും ഇങ്ങനെ സൈഡിൽ ആ എണ്ണ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ ഇങ്ങനെ ഇതായിട്ടിരിക്കണം. അപ്പോൾ അത് കളയാനുള്ള ടിപ്പാണിതാ. അതിനുവേണ്ടി ഞാനൊരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ
ചട്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഈ പേസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് അതവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കാരണം അതൊന്ന് നമ്മുടെ കല്ലുമായിട്ടൊന്ന് പിടിക്കണമല്ലോ. അങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റ് അവിടെ വയ്ക്കുക. അതിനുശേഷം ഉപ്പുപൊടിയില്ലേ അതിട്ട് കൊടുക്കുക. ഇനി ഉപ്പുപൊടി ഇല്ല എന്നല്ല, ഉപ്പുപൊടിക്ക് പകരം നമുക്ക് മുട്ടയുടെ തൊണ്ടില്ലേ അത് പൊടിച്ചതും ഇട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പുപൊടിയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അതും ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ ദാ കഴുകി വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കി നല്ല സൈഡിലാ ഇതൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട്. ഇനി അതേമാതിരി ഇങ്ങനെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മുടെ നല്ലെണ്ണയില്ലേ എണ്ണ ഒന്നൊഴിച്ച് നമ്മുടെ ഇതിനൊന്ന് മയക്കി അങ്ങ് വെക്കാം കേട്ടോ. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന നേരം നമ്മുടെ ദോശ ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് അതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ ചട്ടകത്തിൻ്റെ ആവശ്യമില്ല, അതിൽ നിന്ന് ഇങ്ങനെ കല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 5 ഞാൻ എന്താ മൂടി വെച്ചേക്കുന്നതെന്നല്ലേ, ഇതാ ഇങ്ങനെ ഒരു കുപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാറുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വെക്കും. അത് കഴിഞ്ഞ് കഴുകുമ്പോൾ ഈ അച്ചാറിൻ്റെയും ഉപ്പിലിട്ടതിന് അതിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും, അത് പോവില്ല. അതേമാതിരി ചില നമ്മുടെ സാധനങ്ങൾ ഇട്ട് വെച്ചാലും സ്മെല്ലുണ്ടാവും കുപ്പിക്കകത്ത്. അപ്പോൾ അത് കളയാനായിട്ട് എളുപ്പം ഒട്ടുമിക്ക പേർക്ക് അറിയായിരിക്കും, അത് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യണേ. ഇതിങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക. എന്നിട്ട് ആ കുപ്പിക്കകത്ത് അടച്ച് ഒരു ദിവസം അങ്ങ് വെച്ചേക്കാം. അപ്പം നമ്മുടെ അതിൻ്റെ സ്മെല്ലൊക്കെ ആ ന്യൂസ് പേപ്പർ അങ്ങ് വലിച്ചെടുത്തോളും. അപ്പം നമ്മുടെ കുപ്പി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കുപ്പി ഞാൻ കഴുകി ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്, വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതും കൂടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. തീപ്പെട്ടിയാണ്. അപ്പോൾ തീപ്പെട്ടി എന്തിനാണെന്നല്ലേ വിചാരിക്കണേ. ഇപ്പം പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഈ തീപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ കത്തിക്കാൻ നോക്കും, കത്തില്ല. അതായത് തണുത്തങ്ങ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കത്തിക്കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എത്ര തണുപ്പാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കത്തിച്ചെടുക്കാനുള്ളൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടിക്കകത്ത് ഇതിങ്ങനെ തുറന്നിട്ട് അതിൻ്റെ കൊള്ളിയൊക്കെ ഇരിക്കുന്ന ഇതില്ലേ അതിനകത്ത് ഒരു പിടി നമ്മുടെ അരിയില്ലേ, അത് പച്ചരിയാവാം അല്ലാണ്ട് നമ്മൾ ചോറിന് എടുക്കുന്ന അരിയാവാം, എന്തായാലും കുഴപ്പമില്ല. ആ അരി അങ്ങ് ഇട്ട് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് അങ്ങ് വെക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, അരിക്ക് പൊതുവെ ചൂടാണെന്ന് പറയാം. നമ്മൾ മാമ്പഴവും ഒക്കെ പഴുക്കാനായിട്ട് അരിക്കകത്ത് വെക്കില്ലേ. അപ്പോൾ ഇതങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് തണുപ്പത്തായാലും സംഭവം അങ്ങനെ തന്നെ ഇരുന്നോളും. നല്ല അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബിസ്ക്കറ്റ്, അത് നമ്മൾ പൊട്ടിച്ച ബിസ്ക്കറ്റ് നമ്മളിങ്ങനെ ഡബ്ബയിലാക്കി വെച്ചാലും 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിന് ചെറിയൊരു അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോയി ഒന്ന് തണുത്ത് ആളൊരു തണുപ്പം മട്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാനും പിന്നെ തോന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ടിപ്പാണ്. ഒരു ഡബ്ബയ്ക്കകത്ത് അതിങ്ങനെ കുറച്ച് നമ്മുടെ അരി, അത് പച്ചരി ആയാലും കുഴപ്പമില്ല, നമ്മൾ ചോറുണ്ണണ ആ അരി ആയാലും കുഴപ്പമില്ല, അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിനെ നിരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് അതിനകത്താക്കി അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ നല്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ നമ്മൾ കടയിൽ നിന്ന് ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്രിസ്പിനെസ് ഇല്ലേ, അത് നഷ്ടപ്പെടാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് അതിനകത്ത് ഇരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ ഈ 6 ടിപ്പുകളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ സൂപ്പറല്ലേ, എല്ലാം എളുപ്പവുമാണ്. നമ്മുടെ എക്സ്ട്രാ സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.